ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും തായിഫിൽ നബിക്ക് ഏറ് കിട്ടി. നബിയെ 10 ദിവസം അവർ കല്ലെറിഞ്ഞു, കൂക്ക് വിളിച്ചു, പരിഹസിച്ചു, അപഹസിച്ചു. അങ്ങനെ അവരെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് റസൂലിൻ്റെ അനുവാദം ചോദിച്ചു കൊണ്ടുവന്നു. നബിയെ, നിങ്ങളെ കല്ലെറിഞ്ഞവർ, കൂക്ക് വിളിച്ചവർ, ബഹിഷ്കരിച്ചവർ, അവരെ 2 പർവ്വതങ്ങൾ കൂട്ടിയോജിപ്പിച്ച് നശിപ്പിക്കാൻ അള്ളാഹു നിങ്ങളുടെ സമ്മതം ചോദിക്കുന്നു, എന്താ വേണ്ടത്? അപ്പൊ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത്, എന്നെ കല്ലെറിഞ്ഞു എന്നുള്ളത് ശരിയാണ്, എൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് വന്നു എന്നുള്ളത് ശരിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു മുഫ്രിലി കൗമി ഇന്നഹും ലാ യഅലമൂൻ. അള്ളാഹുവേ, അവരറിവില്ലാത്തവരാണ്, അതുകൊണ്ട് അവർക്ക് നീ പുറത്തു കൊടുക്കണേ. അവരറിവില്ലാത്തവരാണ്, അവർക്ക് പുറത്തു കൊടുക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്ന നബിയുടെ ഒരു മനസ്സ് ലോകത്ത് വേറെ ആർക്കും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് കരുണാവാൻ നബി മണിമുക്തി രത്നമോന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. കാരുണ്യമായിരുന്നു നബിയുടെ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉഹദ് മലയിൽ ആളുകളെ നിർത്തി. പ്രവാചകൻ പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, അനുസരണക്കേട് കാണിക്കരുത്, അവിടെ നിങ്ങൾ ഇറങ്ങിപ്പോരരുത്, എൻ്റെ അനുവാദം കിട്ടാതെ അവിടുന്ന് പോരരുത്. എൻ്റെ ശിരസിൽ നിന്ന് കഴുകന്മാർ മാംസം കൊത്തി വലിക്കുന്നത് കണ്ടാൽ പോലും നിങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോരരുത് എന്ന് പറഞ്ഞു. പക്ഷേ സ്വഹാബത്ത് അനുസരണക്കേട് കാണിച്ചു, വമ്പിച്ച പരീക്ഷണങ്ങളുണ്ടായി. 70ഓളം വരുന്ന പ്രഗത്ഭരായ സ്വഹാബിമാർ കൊല്ലപ്പെട്ടു. അതിനെ സംബന്ധിച്ച് അള്ളാഹ് പറയണമെന്നറിയോ? നബിയെ, അവർ അനുസരണക്കേട് കാണിച്ചു എന്നത് സത്യമാണ്. പക്ഷെ നബിയെ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബി ലംഫല്ലൂ മിൻ ഹൗലിക്. നബിയെ, അവരോട് താങ്കൾ പരീക്ഷ സ്വഭാവിയും കഠിന ഹൃദയനുമായി പെരുമാറിയിരുന്നുവെങ്കിൽ അവരൊരിക്കലും താങ്കളുടെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങേയറ്റത്തെ കാരുണ്യം കാണിക്കുകയും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ എന്ന. ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും എന്നാണ്.